അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 4ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഖുർആനിൽ അതുപോലെ തന്നെ ഹിഫ്ളിലും ചോദിക്കുന്ന സൂറത്തുകൾ, അതുപോലെ ഹിഫ്ളിന് ശേഷം ചോദിക്കുന്ന അദ്കാറുകൾ, ഇത് ഏതൊക്കെയായിരിക്കും എന്ന് നമ്മൾ നോക്കാം. അതിൻ്റെ മുമ്പ് ഖുർആനിൽ നിന്ന് ഓതിപ്പിക്കാൻ സാധ്യതയുള്ള സൂറത്തുകൾ സൂറത്തു അൻഫാൽ, അതുപോലെ സൂറത്തു തൗബ, സൂറത്തു യൂനുസ്, സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റാഅദ്. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഓതിയ സൂറത്തുകൾ. ഇതിൽ നിന്ന് എവിടുന്നും ചോദിക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂറത്തു തൗബയാണ്. കാരണം നമ്മൾ തജ്വീദിൽ സൂറത്തു തൗബയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്തു തൗബ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓതുമ്പോൾ ബിസ്മി ചൊല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ചിലപ്പോൾ നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് ഓതുന്നത് എന്ന് നോക്കും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ എവിടെ നിന്നും ചോദിക്കാം. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിയമങ്ങളാണ്. അതായത് ഖുർആൻ ഓതുമ്പോൾ നിയമം അനുസരിച്ചിട്ടാണ് ഉസ്താദുമാർ മാർക്ക് ഇടുക. ഉദാഹരണത്തിന് അക്ഷരശുദ്ധിക്ക് ചിലപ്പോൾ 20 മാർക്ക് ഇടും. 20 മാർക്ക് അക്ഷരശുദ്ധിക്ക്. പിന്നെ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷമുള്ള 5 നിയമങ്ങൾ: ഇദ്ഹാർ, ഇദാം ബി ഉന്ന, ഇദാം ബിലാ ഉന്ന, ഇഖ്ഫാ, ഖിലാബ്. ഈ 5 നിയമങ്ങൾ, സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള ഈ 5 നിയമങ്ങൾ കൃത്യമായിട്ട് ഓതുമ്പോൾ അത് കൊണ്ടുവരണം. അതിന് പ്രത്യേക മാർക്ക് ഉണ്ടാകും. അതിന് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 20 മാർക്ക് ഇടുന്നുണ്ട്. അതുപോലെ തജ്വീദിൽ നമ്മൾ പഠിച്ച സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള വിധികൾ, 3 വിധികളാണുള്ളത്: ഇദ്ഹാർ, അതുപോലെ ഇഖ്ഫാ, ഇദ്ഗാം. ഇത് സുക്കൂനുള്ള മീമിന് ശേഷം അക്ഷരം നോക്കും. ആ അക്ഷരത്തിനനുസരിച്ചായിരിക്കും നിയമങ്ങൾ മാറുക. നമുക്കറിയാം, ഇദ്ഹാറിന് മീമും അതുപോലെ തന്നെ ബാഉ അല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇദ്ഹാറിൽ പെടും. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും, ഇനി സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണ് വരുന്നതെങ്കിൽ ഇഖ്ഫാവു ആണ് നിയമം. അതൊക്കെ ശ്രദ്ധിച്ചു ഓതുക. അതിൽ നമ്മൾ സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷമുള്ള വിധി 3ാം ക്ലാസ്സിൽ ലാസ്റ്റ് ഭാഗത്ത് പഠിച്ചതാണ് തജ്വീദിൽ. അതുപോലെ ബാക്കിയുള്ള നിയമം, അതായത് സുക്കൂനുള്ള മീമിന് ശേഷമുള്ള നിയമങ്ങൾ, അത് നമ്മൾ തജ്വീദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കണം ഓത്ത്. പിന്നെ അതുപോലെ ശൈലി, നമ്മളൊരു ശൈലി സെലക്ട് ചെയ്യണം. നല്ലൊരു ശൈലി സെലക്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക മാർക്കുണ്ടാകും. നമ്മളെ പഴയ ഓത്തിലൂടെ പോവാതെ മറിച്ച് നല്ലൊരു ശൈലിയിൽ നല്ല എടുപ്പോടുകൂടെ ഓതുമ്പോൾ അത് പ്രത്യേകം ഒരു 5 മാർക്കൊക്കെ ലഭിക്കും. പിന്നെ തുടക്കവും വിരാമവും. തുടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഊദ് ചൊല്ലലോ ബിസ്മി ചൊല്ലലൊക്കെയാണ്. വിരാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വദഖല്ലാഹുൽ അദീം എന്നത് നോക്കും. അതുപോലെ ചിലപ്പോൾ ആയത്തിൻ്റെ വിരാമം നോക്കും. ആയത്തിൻ്റെ അവസാനം വഖഫ് ചെയ്യേണ്ട രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഓത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെ ഓതേണ്ടത് എന്നൊക്കെ. അപ്പം അതിനനുസരിച്ച് ഓതുക. പിന്നെ ഹിഫ്ളിന് സൂറത്തുകൾ വരുന്നത് ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന, സൂറത്തു അഅല. ഈ പറയപ്പെട്ട സൂറത്തുകളാണ് ഹിഫ്ളിന് വരിക. ഇതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ചോദിക്കാം. പിന്നെ പ്രത്യേകമായിട്ട് ഓതി കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ നിയമങ്ങൾ അഊദും ബിസ്മിയൊക്കെ ചൊല്ലി നല്ല ശൈലിയിൽ തന്നെ ഓതി കൊടുക്കട്ടോ, ബിസ്മിൽ ഓതി കൊടുക്കാതെ. പിന്നെ ഹിഫ്ളിന് ശേഷം ചോദിക്കാവുന്ന മറ്റു ദിക്റുകളോ ദുആകളൊക്കെ ഏതൊക്കെയാണ്? പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആണ്. ചിലപ്പോൾ അത് ചോദിക്കും. കാരണം 3ാം ക്ലാസ്സിലെ പാഠത്തിൽ നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരത്തേലും 3ാം ക്ലാസ്സിലെ ഫിഖ് ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കി വെക്കുക. ആ ദുആ അതിലുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി ചിലപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തായിരിക്കും, ചിലപ്പോൾ അത്തഹിയാത്തായിരിക്കും, ചിലപ്പോൾ വജ്ജഹത്തു, ദുആ. പിന്നെ ബാങ്കിലുള്ള ലഫ്ളുണ്ടല്ലോ, സുബഹിലെ ബാങ്കിൽ പ്രത്യേകമായി ചൊല്ലുന്നത്
അസ്സലാത്തു ഖൈറും മിനൻ നൗം, അതിന് മറുപടിയായിട്ട് എന്താ പറയേണ്ടത്? സ്വദഖത വബരിറത. അതുപോലെ ഉളൂഇന് ശേഷമുള്ള ദുആ, ഉളൂഇലുള്ള സുന്നത്തായതും ഉളൂഇലെ ഫർളായ നിയ്യത്തുകൾ. ചിലപ്പോൾ നിസ്കാരങ്ങളിലെ നിയ്യത്തായിരിക്കും ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇബ്രാഹിമിയ സ്വലാത്തിലാണ്, അതിൽ നിന്നാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കുനൂത്തൊന്നും ചോദ്യം ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുളിയുടെ നിയ്യത്ത് ചിലപ്പോൾ ചോദിക്കും. കുളിയുടെ ഫർളാക്കപ്പെട്ട നിയ്യത്ത്. അതുപോലെ തയമ്മും നമ്മളെ പാഠത്തിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. തയമ്മുമിൻ്റെ നിയ്യത്ത്, ഫിഖ്ഹിൽ തയമ്മുത്തിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ചോദിക്കും കേട്ടോ. തയമ്മുമിൻ്റെ നിയ്യത്ത് പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.